Kim's Health Presents, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 നവംബർ 27 വ്യാഴാഴ്ച 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഉണർവേകാനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനുമായി ഗോൾഡൻ വിസ ലഭിക്കാനുള്ള നിക്ഷേപ പരിധി കുറച്ചു. 2 ലക്ഷം ബഹ്റിൻ ദിനാർ ആയിരുന്നത് ഇപ്പോൾ 1,30,000 ദിനാറായാണ് കുറച്ചത്. ദീർഘകാല താമസം, നിക്ഷേപം എന്നിവയുടെ കേന്ദ്രമായി ബഹ്റിനെ മാറ്റാനുള്ള ദേശീയ തന്ത്രത്തിൻ്റെ ഭാഗമാണിത്. ഈ തീരുമാനം റിയൽ എസ്റ്റേറ്റ് വളർച്ചയെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നാഷണാലിറ്റി പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ അറിയിച്ചു. റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് പുറമെ 2,000 ദിനാറിലധികം പ്രതിമാസ ശമ്പളമുള്ളവരും 2,000 ദിനാർ പെൻഷൻ ലഭിക്കുന്നവരും സംരംഭകരും ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളും ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യരാണ്. ഗോൾഡൻ വിസ ഉടമകൾക്ക് ദീർഘകാല റെസിഡൻസി, ബിസിനസ് ആരംഭിക്കാനുള്ള അനുകൂല സാഹചര്യം, കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാനുള്ള അനുമതി തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.goldenresidency.govt.bh ലഭ്യമാണ്. ബഹ്റിനിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ICRF സംഘടിപ്പിക്കുന്ന വാർഷിക ചിത്രരചനാ മത്സരം ഫേബർ കാസ്റ്റൽ സ്പെക്ട്ര 2025 ഡിസംബർ 5 വെള്ളിയാഴ്ച ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കും. 17ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കലാമാമാങ്കത്തിനായുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. 5 മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെ 4 വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഓൺലൈൻ വഴിയും പങ്കെടുക്കാം. വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. മികച്ച സൃഷ്ടികൾ ICRF 2026 കലണ്ടറുകളിൽ ഇടം നേടും. റീജൻസി ഇന്റർകോണ്ടിനെന്റിൽ നടന്ന പത്രസമ്മേളനത്തിൽ ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ്, സെക്രട്ടറി അനിൽ ശ്രീധരൻ തുടങ്ങിയവർ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 3411-7864 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവ്വമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ബഹ്റിൻ ബില്ലവാസുമായി ചേർന്ന് ട്രിബ്യൂട്ട് ടു ബഹ്റിൻ, ദി കോൺഫ്ലുവൻസ് ഓഫ് കൾച്ചേഴ്സ്, ദി സ്പിരിറ്റ് ഓഫ് ഹ്യൂമനിസം എന്ന പരിപാടിയുടെ 2ാം പതിപ്പ് സംഘടിപ്പിച്ചു. സൽമാബാദിലെ ഗൾഫ് എയർ ക്ലബ്ബിൽ നടന്ന ചടങ്ങിന് SNCS ചെയർമാൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിലായിരുന്നു മുഖ്യാതിഥി. ശിവഗിരി മഠം മുൻ ജനറൽ സെക്രട്ടറി ഋതംബരാനന്ദ സ്വാമികൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA, ഇന്ത്യൻ എംബസി അറ്റാഷെ രമൺ ഗുപ്ത എന്നിവർ ആശംസകൾ അറിയിച്ചു. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം അനുശ്രീ, സരിഗമപ ഫെയിം അശ്വിൻ എന്നിവർ നയിച്ച ഗാനമേള ചടങ്ങിന് മാറ്റുകൂട്ടി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാജൻ അമ്പലത്തറ, ജയശങ്കർ വിശ്വനാഥൻ, ഭാസ്കർ ദേവജി, വിഷ്ണു ബാബു പിള്ള എന്നിവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സുരേഷ് കരുണാകരൻ, സുനീഷ് സുശീലൻ, ഹരീഷ് പൂജാരി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ വിദ്യാർത്ഥികൾക്കായി അറബിക് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. അവതരണങ്ങൾ, കഥ പറച്ചിൽ, കവിതാ പാരായണം, ഉപന്യാസ രചന തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്തു. അറബി ഭാഷയുടെ വൈവിധ്യം, കാലിഗ്രാഫി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. ഫാത്തിമ സൈനബ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വിവിധ ഗ്രേഡ് തലങ്ങളിൽ അറബി ഭാഷാ പഠനത്തിലും അറബിക് ക്വിസ് മത്സരത്തിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രേഡ് 4 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ നിന്നായി ലിന അബ്ദുൽ ജലീൽ, അലി റദ, വാദ് അബ്ദുൽ അസീസ്, അമ്മർ ഹുസൈൻ, അലി മുഹമ്മദ്, ഹാദി മുഹമ്മദ്, ബനിൻ അബ്ദുള്ള ഫൈസൽ ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥികൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വിജയികളെ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, പ്രിൻസിപ്പൽ VR പളനിസ്വാമി ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് അംഗങ്ങൾ അഭിനന്ദിച്ചു. ബഹ്റിൻ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച കരോൾ ഗാനം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിക്കുന്നു. ബഹ്റിനിലെ ആരോഗ്യ സാമൂഹ്യ രംഗങ്ങളിൽ സജീവമായ പത്തനംതിട്ട സ്വദേശി ബോബി പുളിമൂട്ടിലാണ് ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. ക്രിസ്മസ് രാവിനെ വരവേൽക്കാൻ തയ്യാറാക്കിയ സ്വർഗീയനാഥൻ ഭൂജാതനായി, സ്വർഗം തുറന്ന ഭൂജാതനായി എന്ന് തുടങ്ങുന്ന ഈ കരോൾ ഗാനം അദ്ദേഹത്തിൻ്റെ YouTube ചാനലായ അരികെ അച്ചയൻസ് വേൾഡ് വഴിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഗാനം ആലപിച്ചിരിക്കുന്നത് ഉഷാന്ത് പ്രശാന്ത്, മുസ്തഫ മുഹമ്മദ്, ശരത് മോഹൻ, ബോബി പുളിമൂട്ടിൽ, എബ്രഹാം കുരുവിള, ജോബിൻ ജോർജ് എന്നിവർ ചേർന്നാണ്. ബിനു വർഗീസ്, സോണി എബ്രഹാം, ലിജോ ബാബു, ബിജോ തോമസ്, ലിജിൻ സജീവൻ എന്നിവരാണ് കോറസ് ആലപിച്ചിരിക്കുന്നത്. ഗാനത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ കൈകാര്യം ചെയ്തത് റിജു പോളാണ്. ഡ്രീം ഡിജിറ്റൽ സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ് പൂർത്തിയാക്കിയത്. സിബി എബ്രഹാം, ഷിജു കൃഷ്ണകുമാർ എന്നിവർ ചേർന്നാണ് ഗാനത്തിൻ്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്.
ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ബഹ്റൈനിലെ സാമൂഹിക കൂട്ടായ്മയായ ഹാർട്ട് ബഹ്റൈൻ സംഘടിപ്പിച്ച കേരളീയം 2025 എന്ന പരിപാടി ശ്രദ്ധേയമായി. ആൻഡലൂസ് ഗാർഡനിൽ നടന്ന ആഘോഷത്തിൽ ഹരീഷ് പഞ്ചമി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വനിതാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ രുചികരമായ പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്തു. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് ഓരോ ഗ്രൂപ്പുകൾ വന്ന് തങ്ങളുടെ ജില്ലകളെ പരിചയപ്പെടുത്തി സംസാരിച്ചത് വേറിട്ട അനുഭവമായി മാറി. ഇതോടൊപ്പം കേരളത്തിൻ്റെ സംസ്കാരവും പൈതൃകവും ഉൾക്കൊള്ളുന്ന ഒരു ക്വിസ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു. ഡിസംബർ 12 ഹാർട്ട് ഫെസ്റ്റ് എന്ന പരിപാടി നടക്കുമെന്ന് സംഘാടകർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പുതുതായി നിലവിൽ വന്ന KMCC ബഹ്റൈൻ സംസ്ഥാന വനിതാ വിങ്ങിന് KMCC ബഹ്റൈൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് നൌഫൽ പടിഞ്ഞാറങ്ങാടിയുടെ അധ്യക്ഷതയിൽ KMCC ബഹ്റൈൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. KMCC ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് റഫീഖ് തോട്ടക്കര, KMCC ബഹ്റൈൻ പാലക്കാട് ജില്ലാ മുൻ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മാരായമംഗലം, വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് മാഹിറ നൌഷാദ് എന്നിവർ സംസാരിച്ചു. വനിതാ വിങ്ങിന് ജില്ലാ KMCC ഭാരവാഹികൾ ചേർന്ന് മൊമൻറ്റോ നൽകി. ആക്ടിംഗ് സെക്രട്ടറി അബ്ദുൽ കരീം പെരിങ്ങോട്ടുകുറിശി സ്വാഗതവും ആഷിഖ് പത്തിൽ നന്ദിയും പറഞ്ഞു. കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 15ാമത് RSC നാഷണൽ സാഹിത്യോത്സവത്തിൻ്റെ പോസ്റ്റർ ICF നാഷണൽ ചെയർമാൻ അബൂബക്കർ ലത്തീഫി സുലൈമാൻ ഹാജിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഹമദ് ടൗണിലെ കാനു ഹാളിൽ വെച്ച് നടന്ന ICF മദ്രസ കലോത്സവ വേദിയിലായിരുന്നു പ്രകാശന പരിപാടി നടന്നത്. ബഡ്സ് മുതൽ ജനറൽ വിഭാഗം വരെയായി 80 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. ഫാമിലി, യൂണിറ്റ്, സെക്ടർ, സോൺ തലങ്ങളിൽ വിജയിച്ചെത്തുന്ന 500 പ്രതിഭകൾ ദേശീയ തലത്തിൽ മാറ്റുരയ്ക്കും. ജനുവരി 2 ടൂബ്ലി അദാരി പാർക്കിൽ വെച്ചാണ് നാഷണൽ സാഹിത്യോത്സവം നടക്കുക. ICF, SJM, KCF നേതാക്കളടക്കം നിരവധി പ്രമുഖർ പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. മത്സരാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷന് 32382484 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈനിൽ നടന്ന ജില്ലാ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായ ടീമിന് മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ഊഷ്മളമായ സ്വീകരണം നൽകി ആദരിച്ചു. വിജയകിരീടം ചൂടിയ ടീമിനെ അനുമോദിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. സ്വീകരണ ചടങ്ങിന് MDF ഭാരവാഹികളായ രക്ഷാധികാരി ബഷീർ അമ്പലായി, ഷമീർ പൊട്ടച്ചോല, റംഷാദ്, ഫസലുൽ ഹക്ക്, മൻഷിർ കൊണ്ടോട്ടി, കാസിം പടുത്തക്കായിൽ, മുഹമ്മദ് അലി NK, സക്കരിയ പൊന്നാനി, അഷ്റഫ് കുന്നത്ത് പറമ്പിൽ, റസാഖ് പൊന്നാനി, റഹ്മത്ത് അലി, അൻവർ നിലമ്പൂർ, സുമിത് ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച ടീമിനെ ചടങ്ങിൽ പങ്കെടുത്തവർ അഭിനന്ദിച്ചു. In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.